നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള സർവകലാശാലയിൽ അകത്തും പുറത്തും സംഘർഷം. AASF, DYFI, AIYF മാർച്ചുകൾ അക്രമാസക്തം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. VCയെ വെല്ലുവിളിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ ഓഫീസിലെത്തി. തടയണമെന്ന VCയുടെ നിർദ്ദേശം നടപ്പായില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് അനിൽകുമാർ. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമെന്നും സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതയെന്നും വിമർശനം. അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് VD സതീശൻ. തരൂർ ഏതു പാർട്ടിയിലാണെന്ന് ആദ്യം അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് K മുരളീധരൻ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മകന് സർക്കാർ ജോലി നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. MSC കപ്പലപകടത്തിൽ നഷ്ടപരിഹാരമായി സർക്കാർ ആവശ്യപ്പെട്ട 9,531 കോടി രൂപ ഭീമമായ തുകയെന്ന് കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ. സ്വീകാര്യമായ തുക അറിയിക്കാൻ കോടതി നിർദ്ദേശം. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റിന് ഇന്ന് ലോർഡ്സിൽ തുടക്കം. ബുംറ കളിക്കും. ഇംഗ്ലണ്ടിന്റെ ജോഷ് ടങ്ങിന് പകരം ജോഫ്ര ആർച്ചർ ഉൾപ്പെടുത്തി. ടോസ് നേടുന്നവർ ബൌളിംഗ് തെരഞ്ഞെടുക്കാൻ സാധ്യത. കേരള സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷം. AASF, DYFI, AIYF മാർച്ചുകൾ അക്രമാസക്തം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കനത്ത സുരക്ഷയിലാണ് സർവകലാശാല. അതേസമയം വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിന്റെ ഉത്തരവിന് വിരുദ്ധമായി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ഓഫീസിൽ പ്രവേശിച്ചു. അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറ്റരുത് എന്ന് നേരത്തെ VC ഗാർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, കേരള സർവകലാശാലയിലെ സ്ഥിതി ആകെ കലുഷിതമാണ്. നമ്മൾ കണ്ടു യുവജന സംഘടനകൾ അവർ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടത്തുന്നത്. AASF, DYFI, AIYF മാർച്ചുകളൊക്കെ അക്രമാസക്തമാകുന്നത് കണ്ടു. നിലവിൽ സ്ഥിതി ശാന്തമല്ലേ? തീർച്ചയായും നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ സ്ഥിതി ശാന്തമാണ്. ഇതിന് മുമ്പാണ് AASFും അതുപോലെ തന്നെ AIYFിൻ്റെ നേതൃത്വത്തിലും DYFIയുടെ നേതൃത്വത്തിലും യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടന്നത്. വിദ്യാർത്ഥി സംഘടനയായ AASFിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിക്ക് അകത്തായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. അതേ സമയത്ത് തന്നെയാണ് DYFIയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കവാടത്തിലേക്ക് ഗേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് മാർച്ചിനെ തടയുകയും ചെയ്തു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 തവണയോളം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതേ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് AASF പ്രവർത്തകർ അവർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ശക്തമായി പ്രതിരോധിക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് അവരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. 50ഓളം പ്രവർത്തകരാണ്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ, AASFിൻ്റെ പ്രവർത്തകരാണ് യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. അതേസമയത്ത് തന്നെ DYFIയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും സംഘർഷഭരിതമായി. അവിടെ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിന്നീട് പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയായിരുന്നു. പ്രവർത്തകർ പിന്നീട് ശാന്തരായെങ്കിലും അവരെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും പ്രവർത്തകർ അവരെ ശാന്തരാക്കിയതിന് ശേഷം മാർച്ച് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് AIYFിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിലേക്ക് വീണ്ടും മാർച്ച് സംഘടിപ്പിച്ചത്. ഇവിടെ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടുകൂടി പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. തുടർന്ന് AIYF പ്രവർത്തകരെ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അത്തരത്തിലൊരു ശാന്തമായ അവസ്ഥയിലേക്ക് പിന്നീട് യൂണിവേഴ്സിറ്റി വരികയായിരുന്നു. എങ്കിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം രജിസ്ട്രാറിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടക്കരുതെന്ന നിർദ്ദേശം ഇന്ന് വൈസ് ചാൻസലർ നൽകിയത്. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ കടക്കുകയോ ഓഫീസ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയോ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അവയൊക്കെ മറികടന്നുകൊണ്ട് ഡോക്ടർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തുകയും ഓഫീസിൽ കയറുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും ഓഫീസിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം റഷ്യൻ സന്ദർശനത്തിന് ശേഷം തിരികെ എത്തിയ വൈസ് ചാൻസലർ ഇതുവരെയും ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം എത്തുകയാണെങ്കിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ SFI
DYFI പ്രവർത്തകരൊക്കെയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈസ് ചാൻസലർ ഇന്ന് ഓഫീസിലേക്ക് എത്തില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ശക്തമായൊരു പ്രതിഷേധം നടക്കുന്നതിനാൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തില്ല എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും വൈസ് ചാൻസലറെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും എന്ന കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി രജിത്ത്, കേരള സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷം എന്ന് തന്നെയാണ് രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതി ശാന്തമാണെന്നും രജിത്ത് പറയുന്നു. സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിദ്യാർത്ഥികളാണ് ബുദ്ധിമുട്ടിലാകുന്നത് എന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷമാണ്. കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. കഴിഞ്ഞ ദിവസം SFI കാട്ടിയ ആഭാസം എന്താണ്? ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളമായിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയെയും നെഹ്റു കുടുംബത്തിനെതിരെയും രൂക്ഷമായി വിമർശിച്ച ലേഖനവുമായി കോൺഗ്രസ് MP ശശി തരൂർ. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭീതിയിലേക്ക് നയിച്ചു എന്നാണ് തരൂർ വിമർശിക്കുന്നത്. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതകളായി എന്നും ലേഖനത്തിൽ പറയുന്നു. വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയാണ് ശശി തരൂർ പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടത്തിയ ക്രൂരതകൾ എന്ന ലേഖനവുമായാണ് ശശി തരൂർ രംഗത്ത് വന്നത്. 21 മാസത്തോളമാണ് രാജ്യത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടതെന്നും രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിരാഗാന്ധി ശാഠ്യം പിടിച്ചുവെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും അന്ന് പുറം ലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ലേഖനത്തിൽ പറയുന്നു. 50 വർഷങ്ങൾക്കപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതകളായെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധീകരണ പരിപാടികൾ തിരിച്ചടിയായി. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാധിപത്യപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു. ന്യൂഡൽഹി പോലെയുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി. ഒടുവിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും ജനം പുറത്താക്കി. ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ BJP ഇതിനെ പ്രധാന പ്രചരണായുധമാക്കി ഉപയോഗിക്കുന്നതിനിടയിലാണ് ശശി തരൂരിൻ്റെ ഇത്തരത്തിലുള്ള ലേഖനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശശി തരൂറിന്റെ ലേഖനത്തെക്കുറിച്ച് അഭിപ്രായമുണ്ടെന്നും എന്നാൽ പറയില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ ആ ലേഖനം വായിച്ചു, എനിക്ക് അഭിപ്രായമുണ്ട്. ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷേ പറയുന്നില്ല. ഞാൻ പറയില്ല, ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ശശി തരൂറിന്റെ മുഖ്യമന്ത്രി മോഹത്തെ തള്ളി UDF നേതാക്കൾ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ലീഗ് മുന്നണിക്കൊപ്പമാണ്, വ്യക്തികൾക്കൊപ്പമല്ല എന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. സർവേ പല ആളുകളും നടത്തുന്നുണ്ട്, പല തരത്തിലുമുണ്ട്. അത് ചില ആളുകൾ മനഃപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പം അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ, അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പം ഏതായാലും ലീഗ് ഇല്ല, ലീഗിന് അങ്ങനെ അഭിപ്രായം ഇല്ലയെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല. പക്ഷെ സമസ്ത പ്രഖ്യാപിച്ച സമരത്തിൽ ലീഗില്ല. മുസ്ലിം ലീഗ് അത് ശശി തരൂരിനെ പരിഹസിച്ച ബിനോയ് വിശ്വം. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ യോഗ്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് അദ്ദേഹം പറയുന്നു, മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ച ലേഖനം എഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാവുകയാണെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. ഗവൺമെന്റ് ശ്രമിച്ചത് കേരള സിലബസിലെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്.
അത് ന്യായമാണ് താനും. പക്ഷേ അത് നടപ്പിലാക്കി വന്നപ്പോൾ ഉണ്ടായ സാങ്കേതിക പിഴവുകൾ അതിനെ മറികടന്നേ പറ്റൂ. മറികടക്കാൻ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നു. അപ്പീൽ പോകുമ്പോൾ ഗവൺമെൻറ്റിന് പറയാം, കേസ് കേൾക്കുന്ന കോടതിക്ക് പറയാം സമൂഹത്തിൽ ഉത്കണ്ഠകളെ പറ്റി. ഉത്കണ്ഠ വേറൊന്നുമല്ല, നിശ്ചിതമായ കാത്തിരിപ്പ് ഉണ്ടാകുമ്പോൾ ആ മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാം ഉണ്ടാകുന്ന പ്രയാസം. UDF ഏകോപന സമിതി യോഗം കൊച്ചി കളമശ്ശേരിയിൽ പുരോഗമിക്കുന്നു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുഖ്യ അജണ്ട. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗമാണ് ഇത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ UDF യോഗമാണ് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് യോഗത്തിലെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഏത് വിധത്തിൽ വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടാകേണ്ട ധാരണകളും ചർച്ച ചെയ്യും. മുന്നണി വിപുലീകരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകില്ല എന്നാണ് യോഗത്തിന് മുൻപായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയത്. ഞങ്ങളുടെ സംഘടനാപരമായ UDFന്റെ അടിത്തറ, ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നത് ദീർഘകാല അജണ്ടയിലുണ്ട്, ഇന്നത്തെ അജണ്ടയിലില്ല. അതേസമയം UDF അടിത്തറ വിപുലീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മുന്നണി വിപുലീകരിക്കണം എന്ന് തന്നെയാണ് ലീഗിൻ്റെ ഉറച്ച അഭിപ്രായം. UDFന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ ചരടിൽ കോർത്തിണക്കി UDFന്റെ കൂടെ നിർത്തണം. അല്ല, മുന്നണികളിലെ ഘടകകക്ഷികൾ തമ്മിലും ഘടകകക്ഷികളിലെ വ്യക്തികൾ തമ്മിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ, ഗവർണർ സർക്കാർ പോരിലെ നിലപാട് രൂപീകരണം തുടങ്ങിയ വിഷയങ്ങളും UDF യോഗത്തിലെ മുഖ്യ ചർച്ചകളാണ്. അമൃത ന്യൂസ്, കൊച്ചി. കേരള കോൺഗ്രസും വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പാലാ സീറ്റ് സ്വപ്നം കാണേണ്ട എന്ന് മാണി സി കാപ്പൻ. പാലായിൽ താൻ തന്നെ മത്സരിക്കും. പാലാ വെച്ചൊരു കളി വേണ്ട, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതിയെന്ന് മാണി സി കാപ്പൻ കൊച്ചിയിൽ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. അതിന് പാല എൻ്റെ നിയോജക മണ്ഡലം, അത് ഞാൻ തന്നെ മത്സരിക്കും. അതിന് സംശയം വേണ്ട. UDF മുന്നേ വിപുലീകരിച്ചോട്ടെ, ഞാനും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. വിപുലീകരിക്കുന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ പാലാ വെച്ചുള്ളൊരു കളി വേണ്ട, അതിന് വെച്ചോ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മകന് സർക്കാർ ജോലി നൽകും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ജൂലൈ 3-നാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാനായി ആശുപത്രിയിലെത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് ബിന്ദുവിന്റെ മരണത്തിന് ഇടയാക്കിയതെന്ന ആരോപണം കടുപ്പിച്ച സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം പ്രക്ഷോഭം തുടരുമ്പോഴാണ് കുടുംബത്തിന് കൈത്താങ്ങുമായി സർക്കാർ എത്തുന്നത്. ബിന്ദുവിന്റെ കുടുംബം സന്ദർശിച്ച മന്ത്രിമാർ ഓരോരുത്തരും ധനസഹായവും ജോലിയുടെ കാര്യവും ഉറപ്പു നൽകിയിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത്. 10 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം നൽകുക. ബിന്ദുവിന്റെ മകൻ നവനീതിന് സർക്കാർ ജോലി നൽകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായിരിക്കും ജോലി നൽകുക. ഇക്കാര്യം ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നേരത്തെ ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ നാഷണൽ സർവീസ് സ്കീം തീരുമാനിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തരുന്നുണ്ട് എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. മകൾ നവമിയുടെ സർജറി പൂർത്തിയായി, ഇപ്പോൾ ICUവിലാണ്. മറ്റൊന്നിനും പിന്നാലെ പോകാനില്ല എന്ന് വിശ്രുതൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആശുപത്രി നിൽക്കുകയാണല്ലോ. അത് അതിൻ്റെ വഴിക്ക് സർക്കാർ ഇരുന്നില്ല, അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഞാനിപ്പം കൊച്ചിൻ്റെ സർജറി ആയിട്ട് നിൽക്കുക. ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ, 4 മണിക്ക് കഴിഞ്ഞ് ICUവിലാണ്. എനിക്ക് പോലും കാണാൻ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ ആരോഗ്യത്തിലുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ സർക്കാരിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മുറ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മളത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. അപ്പം അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ട്, അല്ലാതെ ഞാനിപ്പോൾ അതിൻ്റെ പുറകിലൊന്നും പോകുന്നില്ല. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഹർജി. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ഇതിന് അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണം എന്നുമാണ് ആവശ്യം. ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹർജി.
സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി സമസ്ത. ഓഗസ്റ്റ് 5-ന് കലക്ടറേറ്റ് ധർണയും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്താനാണ് സമസ്തയുടെ തീരുമാനം. മദ്രസയുടെ സമയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് കോഴിക്കോട് നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ സമസ്ത നേതാക്കൾ അറിയിച്ചു. സ്കൂൾ സമയമാറ്റത്തെ തുടർന്ന് മദ്രസകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടും വിഷയം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാതെ വന്നതോടെയാണ് സമസ്ത സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. ഓഗസ്റ്റ് 5-ന് കളക്ടറേറ്റ് ധർണയും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്താനാണ് സമസ്തയുടെ നീക്കം. മദ്രസ പഠനത്തെ ബാധിക്കാതെ തന്നെ സ്കൂൾ സമയം കൂട്ടാമെന്നും അതിന് സർക്കാർ ചർച്ച നടത്തണമെന്നും സമസ്ത കേരളം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ സമരപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. മദ്രസ പഠനത്തെ ബാധിക്കുന്ന സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സമയമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ ബാധിക്കുന്നതായതുകൊണ്ട് സർക്കാരിന് ഇതിൻ്റെ ആവശ്യമില്ല. ഈ മദ്രസ സമയത്തിൽ ഇടപെടാതെ തന്നെ സ്കൂൾ സമയം അത് ക്രമീകരിക്കാവുന്നതും എല്ലാ വിഷയങ്ങളും അത് നേർക്ക് നടത്താനും യാതൊരു പ്രയാസവുമില്ല. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി E. മൊയ്തീൻ ഫൈസി പുത്തനഴി, പ്രസിഡന്റ് KT ഹംസ മുസ്ലിയാർ, ഹാരിസ് ബീരാൻ MP തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സമസ്തയുടെ സമരത്തിനൊപ്പം മുസ്ലിം ലീഗ് ഇല്ല എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. എന്നാൽ അവരുടെ സമരത്തിൽ തെറ്റില്ല എന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. UDF അടിത്തറ വിപുലീകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗ് ഇല്ല, ലീഗിന് അങ്ങനെ അഭിപ്രായം ഇല്ലാന്ന് ലീഗ് പറഞ്ഞിട്ടില്ല. പക്ഷെ സമസ്ത പ്രഖ്യാപിച്ച സമരത്തിൽ ലീഗില്ല. മുസ്ലിം ലീഗ് അത് സംബന്ധിച്ച് ആലോചിച്ച് കുറച്ചുകൂടി വ്യക്തമായ തീരുമാനം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ബന്ധപ്പെട്ട ആളുകളുമായി, മതപഠനം നടത്തുന്ന സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തിട്ട് അത് സംബന്ധിച്ച് അവസാന നിലപാടിലേക്ക് ഗവൺമെൻറ് വരാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരമായി സർക്കാർ ആവശ്യപ്പെട്ട 9,531 കോടി രൂപ ഭീമമായ തുകയെന്ന് കപ്പൽ കമ്പനി ഹൈക്കോടതി അറിയിച്ചു. സ്വീകാര്യമായ തുക അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇന്ന് തുക കെട്ടിവെക്കണമെന്നായിരുന്നു കോടതിയുടെ മുൻ ഉത്തരവ്. ഹർജിയിൽ തീർപ്പാകുന്നതുവരെ 6% പലിശ സഹിതം ഇടക്കാല സഹായം അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പരിസ്ഥിതി നാശം, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന നഷ്ടം, കണ്ടെയ്നറുകളിൽ നിന്നും മറ്റും മാലിന്യം നീക്കാൻ വേണ്ട ചെലവ് എന്നിങ്ങനെയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 ചരക്ക് കപ്പലിൽ നിന്ന് ബീച്ചുകളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. വളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. മുത്തുമണികൾ പോലെ തീരമാകെ പടർന്നു പരന്നു കിടക്കുന്ന പ്ലാസ്റ്റിക് തരികൾ, അതിമനോഹരമായ മണൽത്തിട്ടയിൽ നേർത്ത തിരകളുടെ പ്രതീതി. എന്നാൽ ഈ മനോഹാരിത വലിയൊരു പാരിസ്ഥിതിക പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെട്ട MSC എൽസ 3 എന്ന ചരക്കുകപ്പൽ മെയ് 25-നാണ് കൊച്ചി പുറംകടലിൽ മുങ്ങി അപകടമുണ്ടായത്. കടലിലേക്ക് വീണ കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞിരുന്നു. അവയിൽ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് പ്ലാസ്റ്റിക് തരികളാണ്. ദ്രുതഗതിയിൽ ഇവ നീക്കം ചെയ്യാൻ ശ്രമം തുടരുന്നുണ്ട്. ടൺ കണക്കിന് പ്ലാസ്റ്റിക് തരികളാണ് ഇതിനകം തീരങ്ങളിൽ നിന്നും മാറ്റിയത്. കോവളം, വിഴിഞ്ഞം, വേളി, പെരുമാതുറ, പൊഴിയൂർ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, 5 തെങ്ങ് അങ്ങോട്ട് വർക്കല വരെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ എടുത്ത അരിപ്പ് തന്നിട്ടുണ്ട്. ആ അരിപ്പിലോട്ട് ഈ കുഴി ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന സാധനം മണ്ണുമായിട്ട് വാരി അതിനകത്തിട്ടിട്ട് അരിച്ചിട്ട് വെള്ളത്തിൽ തട്ടിയിട്ട് ക്ലീൻ ചെയ്ത് ചാക്കിനകത്താക്കും. അങ്ങനെയാണ് ഇത് അടുക്കി വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് വന്ന് ഏറുന്നുണ്ട് കടലിൽ. രാവിലെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 3-4 ചാക്ക് അനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് വന്ന് കയറുന്നുണ്ട്. അപ്പം തന്നെ അവർ വൃത്തിയാക്കി ആളെ വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ ഇവിടെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് ആൾ വന്നെത്തും. 8 മണിക്ക് വന്നെത്തി ക്ലീൻ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ഒരു ദിവസം പോലും ഡ്യൂട്ടിക്ക് ആളെ വയ്ക്കാതിരിക്കുന്നില്ല. ഓരോ ദിവസവും തിരയടിച്ച് കയറുന്നതിനൊപ്പം വലിയ തോതിൽ പ്ലാസ്റ്റിക് തരികൾ വീണ്ടും അടിയുന്നുണ്ട്. ആ ആശങ്കയകലാൻ ഇനിയുമേറെ നാൾ കാത്തിരിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം നൽകി ഹൈക്കോടതി. കൈക്കൂലി ആരോപണത്തിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ശേഖർ കുമാറിനെതിരെ നേരിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ വിജിലൻസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ജാമ്യം. കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയായ അനീഷിന്റെ പേരിലുള്ള കേസ് ഒഴിവാക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നാണ് കേസ്. ഇതിലാണ് ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത്. കാനഡയിൽ പരിശീലന പറക്കലിനിടെ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി വിദ്യാർത്ഥി മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയതായി അമ്മാവൻ ദീപേഷ് പറഞ്ഞു. ശ്രീഹരിയുടെയും സഹപാഠി സാവന്യയുടെയും വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ടേക്ക് ഓഫ് ലാൻഡിംഗ് പരിശീലനത്തിനിടെയാണ് അപകടം. കാനഡയിലെ മാനിറ്റോബയിലാണ് അപകടം. ഹാവ്സ് എയർ പൈലറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ആശയവിനിമയത്തിലുണ്ടായ പിഴവാണ് അപകട കാരണമെന്ന് അധികൃതർ അറിയിച്ചു. സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ സുകേഷിന്റെയും UST ഗ്ലോബൽ ഉദ്യോഗസ്ഥ ദീപയുടെയും മകനാണ് 23-കാരനായ ശ്രീഹരി. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വിളിച്ച് സംസാരിച്ച് 2 വിമാനങ്ങൾ ഒരുമിച്ച് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അതൊരു അബദ്ധം പറ്റി വന്നതല്ല. ഇതെന്തോ അവരുടെ പരിശീലന പറക്കലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്പെഷ്യൽ മാനൂവറാണ്. 2 പേർ ഒരേ സമയം എന്തോ ലാൻഡ് ചെയ്യാൻ വരുന്നത്. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളോട് പറഞ്ഞതും അപ്രകാരം തന്നെയാണ്. അപ്പോൾ 2 വിമാനങ്ങളും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വന്നു. അതിനുശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് കൂട്ടിയിടിക്കുകയല്ല ചെയ്തതെന്നാണ്. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോട് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ആ ഇൻസ്ട്രക്ടർ നമ്മളോട് പറഞ്ഞതും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകളുണ്ടായി എന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട്. 177 നിർമ്മാണ പിഴവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. UPS, ബാറ്ററികൾ, സ്വിച്ചുകൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ പിഴവുണ്ടായി. തീ നിയന്ത്രിക്കുന്നതിന് സ്ഥാപിച്ച ഫയർ ഡാമ്പർ പ്രവർത്തിച്ചിരുന്നില്ല. PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ടിലാണ് പിഴവ് കണ്ടെത്തിയത്. മെയ് 2-നും 5-നുമാണ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന PMSAY കെട്ടിടത്തിന് തീപിടിച്ചത്. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ മുഖ്യപ്രതി 26 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. 48-കാരനായ ടൈലർ രാജുവാണ് ബംഗളൂരുവിൽ വെച്ച് അറസ്റ്റിലായത്. 1998-ലാണ് രാജ്യത്തെ നടുക്കിയ കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയുണ്ടായത്. നിരോധിക്കപ്പെട്ട അൽ ഉമ സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഇയാൾ. സ്ഫോടനത്തിൽ 58 പേർ മരിക്കുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവാഹം ബംഗളൂരുവിൽ, റിസപ്ഷൻ ജന്മനാട്ടിൽ. ചടങ്ങിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി വരനും വധുവും. കുടിയേറ്റ മണ്ണായ വയനാട് പുൽപ്പള്ളിയിൽ വരനും വധുവും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് നാട്ടുകാർക്കും കൗതുകമായി. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്നപ്പോൾ ഏതെങ്കിലും ഒരു VIP ആകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്നും വിവാഹ വസ്ത്രമണിഞ്ഞ് വരനും വധുവും പുറത്തിറങ്ങിയതോടെ നാട്ടുകാർക്കും കൗതുകമായി. പഴശ്ശിരാജ കോളേജിലെ വിദ്യാർത്ഥികളടക്കം ചുറ്റും കൂടി. പുൽപ്പള്ളി സ്വദേശിയായ ബിജു P. വർഗീസിൻ്റെയും ശില്പ ബിജുവിൻ്റെയും മകൾ മരിയയും ഡോക്ടർ സന്തോഷിൻ്റെയും ജീൻ മാത്യുവിൻ്റെയും മകൻ കുര്യനുമായുള്ള വിവാഹം ബംഗളൂരുവിൽ വെച്ചാണ് നടന്നത്. ജന്മനാട്ടിൽ നടക്കുന്ന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതും അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരന് പെട്ടെന്ന് തിരികെ പോകേണ്ട സാഹചര്യമായതുമാണ് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇവർ പറയുന്നു. ബത്തേരിയിൽ വെച്ചൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ടൈമിങ് ഞങ്ങൾക്ക് ഇവർ US-ലാണ് കുര്യൻ വർക്ക് ചെയ്യണത്. കുര്യൻ തിരിച്ചുകൊണ്ട് ഡേറ്റും എല്ലാം കൂടെ കൂടുതൽ നമ്മൾ വേഗം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതാണ്. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് എത്തുന്നത് സമയനഷ്ടമുണ്ടാകുന്നത് മറികടക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ യാത്ര സ്വീകരിച്ചതെന്നും വരനും വധുവും പറയുന്നു. അമൃത ന്യൂസ്, വയനാട്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിന് ഇന്ന് ലോർഡ്സ് ഗ്രൗണ്ടിൽ തുടക്കമാകും. പേസും ബൗൺസുമുള്ള പിച്ചിൽ ടോസ് നേടുന്ന ടീം ബൌളിംഗ് തെരഞ്ഞെടുക്കാനാണ് സാധ്യത. ഇന്ത്യൻ നിരയിൽ ആകാശ് ദീപിനും മുഹമ്മദ് സിറാജിനുമൊപ്പം ജസ്പ്രീത് ബുംറയും ഇന്ന് കളിക്കും. ബുംറ തിരിച്ചെത്തുമ്പോൾ പേസ് ബൌളർ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പ്ലേയിങ് 11-ൽ സ്ഥാനം നഷ്ടമായേക്കും. ബാറ്റിംഗിൽ 3-ാം നമ്പറിൽ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല എങ്കിൽ കരുൺ നായർക്ക് ഒരവസരം കൂടി ലഭിച്ചേക്കും. എഡ്ജ്ബാസ്റ്റനിലെ 336 റൺസിന്റെ കൂറ്റൻ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലെത്തിയ ഇന്ത്യക്ക് പരമ്പരയിൽ ലീഡ് നേടാനുള്ള സുവർണ അവസരമാണിത്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മുതലാണ് മത്സരം. ഇംഗ്ലണ്ട് നിരയിൽ ജോഷ് ടങ്ങിന് പകരം ജോഫ്ര ആർച്ചറെ ഉൾപ്പെടുത്തിയാണ് കളത്തിലിറങ്ങുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.